നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വേദയും വിക്രവും കൂടെ അനിയൻകുട്ടനെ കാണാനായിട്ട് അങ്ങോട്ട് വരണ സമയത്താണ് കുറെ ഗുണ്ടകൾ ചേർന്ന് അവിടെ പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോഴേക്കുമാണ് ജോസഫോടൊന്ന് വിളിച്ചു പറഞ്ഞ്, എടാ വിക്രം, അനിയൻകുട്ടനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നെന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗുണ്ടകൾ അനിയൻകുട്ടനെ കൊണ്ടുവന്ന കാഴ്ച കണ്ടേ ഒട്ടും മടിച്ചില്ല. വിക്രം അങ്ങോട്ട് പാഞ്ഞു ചെന്നു അവനെ തൊഴിച്ചിടുവാണ്. പിന്നീട് അനുജൻകുട്ടനെ അവന്റെ കയ്യിൽ നിന്ന് വേർപെടുത്തുക. ഈ സമയത്ത് ജോസഫും അതുപോലെ രാജേട്ടനും കൂടെ ഓടി വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി ഗുണ്ടകളെ ആക്രമിക്കുകയാണ്. അപ്പോഴേക്കും അനിയൻകുട്ടനെ വേദം കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറ്റുവാണ്. ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ സമയത്ത് വിക്രം അവരോട് പോരാടുവാണ്. നല്ല രീതിയിൽ തന്നെ പോരാടി. ഒടുവിൽ അവന്മാർ തോറ്റു പിന്മാറുവാണ്. കാറിൽ കയറി അവന്മാർ പോകുന്ന സമയത്ത് വിക്രത്തോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ പിടിച്ചോടാടാ, നിന്നെ ഞങ്ങൾ എടുക്കൂന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോടാ, ചോണയുണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവന്മാർ പെട്ടെന്ന് വണ്ടിയായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് വിക്രത്തിൻ്റെ അടുത്ത് രാജേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ വിക്രം, നീ ഇവിടെ നിൽക്കുന്ന അപകടമാണെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതൊക്കെ എനിക്കറിയാൻ രാജേട്ടാ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞു. അനിയൻകുട്ടനെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത്? വേദ പറഞ്ഞു, വിക്രത്തിൻ്റെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ വിക്രത്തിനോട് ഒപ്പം ഉണ്ടായിരിക്കും, വിക്രത്തിന് സംരക്ഷണം ഞാൻ കൊടുക്കും, അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവനും കൂടെ നിങ്ങളോടൊപ്പം വരട്ടെ എന്ന് പറഞ്ഞു. കാരണം സുഭാഷ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് അവരോടൊപ്പം വിടുന്നത്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇവരകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്ന് നിന്നു. പോലീസ് ജീപ്പിനകത്തുനിന്ന് CIയും കൂട്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. പിന്നീട് അവരോടൊന്നിച്ച് ചോദിച്ചു, എടാ എന്തിയേ വിക്രം എന്തെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. അറിയത്തില്ലല്ലേ, എങ്കിൽ വന്ന് പോലീസ് ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. സാറേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, ആ കഥ ഒന്ന് അടച്ചിട്ട് പോരേന്ന് ചോദിച്ചു. അടച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കഥ ഒക്കെ അടച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെയും കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പം ഒരാളൊഴിഞ്ഞ് വീണ്ടും അവിടേക്ക് ചെന്നു. ഇതെന്താ സാറേ ഇവിടെ? ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ എന്ന് ജോസഫ് പറഞ്ഞു. എടാ, പോലീസുകാരുള്ളവിടെ പോലീസ് സ്റ്റേഷനാണെന്ന് കൂട്ടിയാൽ മതി, മര്യാദയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവരെ ഇറക്കി. അപ്പോഴേക്കും അപകടം നടത്തി രാജേട്ടനും ജോസഫും ഒക്കെ ഇവർ വേറെ എന്തോ തീരുമാനത്തിലാണെന്ന് മനസ്സിലായി. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അവിടെ ഇരിക്കുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്നിരുന്നു. കാറിനകത്തുനിന്ന് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ഇറങ്ങി. അവരങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് രാജേട്ടനെ ഒന്ന് നോക്കുകയാണ്. ശ്രീകാന്ത് ചോദിച്ചു, സത്യം പറ, വിക്രമൊക്കെ എവിടേക്കാണ് പോയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയത്തില്ലെന്നോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയത്തില്ലാതെ എവിടേക്കും പോകത്തില്ല. പുളിക്കനെ കൊന്നതിന് ദൃക്സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ നിങ്ങളോടൊപ്പമുള്ള അനിയൻകുട്ടനായിരിക്കും. അവനെ കടത്തിക്കൊണ്ടാ പോയിരിക്കുന്നത്. ആ 3 പേരും കൂടെ എവിടെയൊക്കെയാണ് പോയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എവിടേക്ക് പോയെന്ന് പറ. രാജേട്ടൻ പറഞ്ഞു, അറിയുവാണെങ്കിലും ഇനി പറയത്തില്ല എന്ന് പറഞ്ഞു. ഓഹോ, അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, പറയത്തില്ല എന്ന് പറഞ്ഞാൽ പറയില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നൊരു കമ്പെടുത്തിട്ട് ഒറ്റ അടിയായിരുന്നു ജോസഫിൻ്റെ. ജോസഫ് പെട്ടെന്ന് താഴേക്ക് വീണു. അപ്പോഴേക്കും രാജേട്ടൻ ജോസഫെന്ന് പറഞ്ഞ് ജോസഫിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഇനി ഇതുപോലെയുള്ളതായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്, സത്യം പറഞ്ഞ് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പിന്നീട് അവരെ 2 പേരും കൂടെ തൂണയിലേക്ക് അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടു. ചന്ദ്രശേഖരൻ ചെന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞു, അവരെവിടേക്കാണ് പോയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഇവിടെ കിടക്ക്, സത്യം പറയുന്നോടം വരെ നിന്റെ ഒന്നും ഇവിടുന്ന് തുറന്നു വിടാൻ പോകുന്നില്ല, അഴിച്ചുവിടാൻ പോകുന്നില്ല. നിന്റെയൊക്കെ വിധി ഇനിയിപ്പം മരണമായിരിക്കും എന്ന് പറഞ്ഞു. വാട ശ്രീകാന്തെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പിടിച്ചു കെട്ടിയിട്ട് അവരവിടെ നിന്ന് പോകുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ മാഷിനെ വിളിക്കുവാണ്. മാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷിന്റെ മോന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് പക്ഷേ ഞാൻ അറിയാൻ വളരെ വൈകിപ്പോയെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അല്ല അത് പിന്നെ കമല ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് ഒരു ദിവസം വേദ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വേദ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, വിക്രം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ആ വീട്ടിലാന്നുള്ള കാര്യം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അതെ, വിക്രം ഇവിടെ കഴിഞ്ഞതിൽ എനിക്കൊരു പരാതിയില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റവാളിന്ന് മുദ്ര കുത്തപ്പെട്ട ആളാ വിക്രം, പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രതിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് ചോദിച്ചു, അല്ല എന്താ എനിക്ക് മനസ്സിലായില്ല. അല്ല, മാഷിനെ ശുചീന്ദ്രത്ത് വെച്ച് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തില്ലേ, അതിലൊക്കെ എൻ്റെ മോൻ ശ്രീകാന്തിന് പങ്കുണ്ട്, അതിനൊക്കെ ഞാൻ മാഷിനോട് ക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എന്നോട് ക്ഷമ ചോദിക്കാനോ? അത് സാറ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ അറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയെന്ന് പറഞ്ഞു. വേദയായിരുന്നു ശരിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം വേദ ഈ വീട് വിട്ട് പോയെങ്കിലും അവൾ പലതും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലുള്ള ഒന്നായിരുന്നു വിഷപ്പാമ്പ്. എന്ത് ചെയ്യാൻ പറ്റും മാഷേ? ഒരു കാര്യം ഉറപ്പാ, വേദയും വിക്രം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ പിന്നിലെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. വേദയും വിക്രം അവിടുന്ന് പോയെന്നോ? അതെ, ഇവിടുന്ന് പോയി. അല്ലേ, എങ്ങോട്ടാ സാറേ പോയെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനുള്ളൊരു സമയ സന്ദർഭം ആയിരുന്നില്ല അത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷിന് ഭയങ്കര ടെൻഷനായി. ഇനി അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ മോളും പിന്നെ വിക്രമം പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരാപത്ത് സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നല്ലേ മാഷേ പറയണേ. അതുപോലെ തന്നെ വിക്രം നിരപരാധി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവൻ രക്ഷപ്പെട്ടോട്ടെ. ഒരു കാര്യം പറഞ്ഞിട്ട് അവരിവിടുന്ന് ഇറങ്ങിയത്, പുളിക്കിനെയും വരുണിനെയും കൊലപ്പെടുത്തി ആരാന്നുള്ള സത്യം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അതിനർത്ഥം ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവരത് തെളിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോളും അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. എൻ്റെ മോളത് തെളിയിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് മാഷേ. അവളൊരു കാര്യം തീരുമാനിച്ചു തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അല്ല അവരെങ്ങോട്ടാ പോയെന്ന് എന്തെങ്കിലും ഒരു വിവരം? ഒരു വിവരം എനിക്കിതിനായിട്ടും കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ നമ്മളത് അറിയും. അവർക്ക് അതേ കാലമൊന്നും അങ്ങനെ പുറത്തിരിക്കാൻ പറ്റില്ലല്ലോ. അവർ സത്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ മാഷിനെ വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ കോള് കെട്ടിയുന്നേ. അപ്പോഴേക്കും കമല ചോദിച്ചു, മാഷേ അവരെങ്ങോട്ടാ പോയത്? എന്താ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഒന്നും അറിയത്തില്ല. എന്നാലും ഇത്രയും ദിവസം വേദ അവനെ അവിടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചല്ലോ. കമല പറഞ്ഞു, എനിക്കറിയാം, അവൾ പാവ, അവൾ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ മോനൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. മാഷി പറഞ്ഞു, എന്നാലും എവിടേക്കാണെന്ന് അറിയത്തില്ലോ, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഇവിടേക്ക് വന്ന അപകടം വന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വരാത്തേന്ന് പറഞ്ഞു. കമല പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ അവരെക്കുറിച്ചൊരു വിവരം അറിയത്തില്ലാതെ ആകെപ്പാടെ ടെൻഷനാകുന്നുണ്ടല്ലോ. കമലെ, നീ സമാധാനമായിട്ടിരിക്കുക. ഒന്നുമില്ലേലും രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണനും പത്മവും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് വർഷയും ശ്രീകാന്തും ഇങ്ങോട്ട് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛ, വർഷ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അവൾ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന്. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവൾക്ക് അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല ശങ്കരനാരായണൻ. അപ്പോഴേക്കും പത്മ പറഞ്ഞു, എടാ അതിന് ഇവളെന്ത് വീട്ടിൽ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അവൾ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പിന്നെ പത്മവും പറയാൻ പോയില്ല. അപ്പോഴേക്കും ദീപ്തി വന്നിട്ട് പറഞ്ഞു, അല്ല ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അത് ശ്രീയേട്ടനും കൂടെ കൂടി ചേർന്നിട്ട് നടത്തിയതല്ലേ? ശ്രീയേട്ടൻ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. പിന്നെ എല്ലാം കൂടെ എൻ്റെ തല കെട്ടിവെക്കാൻ ശ്രമിച്ചോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അച്ഛനും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കേട്ട് ഞാൻ പത്മം പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്. പിന്നെ അച്ഛനാണ് ഇതിന് തുടക്കം ഇട്ടത്. അച്ഛനും ഞാനും കൂടെ ചേർന്ന് ആദ്യം അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച്, പിന്നെ ഇടക്കാലം കൊണ്ട് അച്ഛനും കൂടെ കാല് വാരി കാശിക്കൊക്കെ പോയി വന്ന് അച്ഛനും കൂടെ നന്നായി. പക്ഷേ ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെങ്കിലും ഞാൻ ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ പത്മം ചോദിച്ചു, ഓഹോ, അപ്പം നീ വിക്രത്തിന്റെ പിന്നാലെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അതെ, ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അവൻ എല്ലാത്തിനും കാരണം. അല്ലെങ്കിൽ ഫാക്ടറി വന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കി, അവന് അതിന് എന്തിതാ അധികാരമുള്ളത്? അപ്പം ഞാനങ്ങനെ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കണല്ലേ? ഒരു കാരണവശാലും ഇല്ല. ഇനി എന്തായാലും രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, എല്ലാത്തിനും കാരണം ശ്രീയേട്ടനല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ വിക്രമേട്ടൻ നിരപരാധിയാണ്. നിരപരാധി ആയതുകൊണ്ടല്ലേ വിക്രമേട്ടൻ ഇവിടെ കയറി താമസിച്ചേ. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും അവനോടൊപ്പം ചേർന്നു ആയിക്കോ. പക്ഷെ എനിക്ക് എന്താണെങ്കിലും അവനെ കിട്ടിയേ മതിയാവുള്ളൂ. അവൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളെന്നല്ല ആര് വിചാരിച്ചാലോ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വർഷയോട് നീ വരാൻ പറഞ്ഞു. വർഷ പറഞ്ഞു, ശരി പോയിട്ട് വരട്ടെ അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പത്മ ചോദിച്ചു, നിങ്ങളെന്താ ശങ്കരേട്ട അവനോടൊന്നും പറയാതിരുന്നെന്ന് ചോദിച്ചു. എന്ത് പറയാനും, മുഖത്ത് നോക്കി അവനോട് പോയിക്കളഞ്ഞ മുമ്പേ പറഞ്ഞ ഇറങ്ങിപ്പോട്ടെ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് തിരികെ വരാതിരുന്നാൽ മതി. അല്ലെങ്കിലും വരുണിൻ്റെ പുളിക്കിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ആഹാരം എന്താണെന്നും അറിയത്തില്ല. ആ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കും ഞാൻ. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണനും അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ഒരു വീട്ടിൽ ആകപ്പെടെ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സജീവൻ അങ്ങോട്ടേക്ക് വന്നു. സജീവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പേദയും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല അവരെക്കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? രാജേട്ടനെ ജോസഫിനെ കുറിച്ച്. അതെ, പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് അറിയാൻ കഴിഞ്ഞേ, അല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒന്നും അറിയത്തില്ല. അവരെങ്ങോട്ടാ കൊണ്ടുപോയെന്നും അറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടൻ വിക്രം പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് കീഴടങ്ങാന്ന് പറഞ്ഞു.
വേദ ചോദിച്ചു, ഇതിനു വേണ്ടിയിട്ടാണോ വിക്രം നമ്മൾ ഇത്ര കഷ്ടപ്പാട് വിട്ടത്? സജീവൻ പറഞ്ഞു, അതെ, അതൊന്നും നടക്കുന്ന കാര്യമില്ല വിക്രം. പിന്നെ അവരെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. പോലീസുകാർ കൊണ്ടുപോകാൻ സാക്ഷികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് അവരെ തിരികെ അവിടെ കൊണ്ടുപോയി വിട്ടേ മതിയാവുള്ളൂ. ഞാൻ എന്താണ് ശ്രീനി സാറിനെ കാണാൻ തീരുമാനിച്ചു. ശ്രീനി സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ശ്രീനി സാറ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെ അത് ഉപദ്രവിക്കാനും പറ്റില്ലല്ലോ. വേദ പറഞ്ഞു, അതെ വിക്രം, ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് സജീവൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഫോണിൽ നിന്ന് ആരെയും വിളിച്ചിട്ടൊന്നുമില്ലോ അല്ലേ? വേദ പറഞ്ഞ്, അപ്പോഴും ഓഫ് ചെയ്താ, പിന്നെ ഓണാക്കിയിട്ടില്ല, തൽക്കാലത്തേക്ക് ഓണാക്കണ്ട എന്നും പറഞ്ഞിട്ട് സജീവൻ്റെ ഫോൺ എടുത്ത് കൊടുത്തു. അതെ, ഈ ഫോൺ കൈ വെച്ചോ വിക്രം, ഇതിനകത്ത് എൻ്റെ അമ്മയുടെ പേരിലെടുത്ത സിമ്മാണ്, എന്നെ മാത്രം ഇതിനകത്തൊന്ന് വിളിക്കാവുള്ളൂ, വേറെ ആരും വിളിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും ഞാൻ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറച്ച് പൈസയും കൂടെ എടുത്ത് കൊടുക്കണം. ഇതെന്തിനാ? ഇത് കൈ വെച്ചോ, ആവശ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ രാജാക്കാടിന് പോകണം. രാജാക്കാടിനോ? അതെ, അവിടെ ഗീർവറീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് ഒരു ചരക്ക് ലോറി ഉണ്ട്, ആ ലോറിക്ക് കയറി പോയാൽ മതി. അതാകും പിന്നെ ആരും സംശയിക്കാനും പോകുന്നില്ല. ചരക്ക് ലോറി ആകുമ്പോൾ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. പിന്നീട് സജീവൻ പറഞ്ഞു, റെഡി ആയിട്ടിരിക്കും, വൈകുന്നേരം ഞാൻ വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സജീവൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം വിക്രത്തോട് വേദ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നോടം വരെ നമുക്ക് കുറച്ച് നാളത്തിൽ മാറി നിന്നേ മതിയാവുള്ളൂ. പിന്നെ അനിയൻകുട്ടനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അനിയൻകുട്ടനല്ല സത്യങ്ങളൊക്കെ അറിയാവുന്നേ. ഈ സമയത്ത് ഇതൊന്നും അറിയില്ലാതെ അനിയൻകുട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.